അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നാളെ പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിൽ രണ്ടാമതൂതുമ്പോ എന്റെ പ്രിയമുള്ളവരെ കബറിനകത്ത് നിന്നെഴുന്നേറ്റ് ഞാനും നിങ്ങളും എല്ലാവരും പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതി ചെമ്പിന്റെ തറയുണ്ടല്ലോ, തറയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് കടന്നു ചൊല്ലുമ്പോ അല്ലാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ? അല്ലാഹു എന്നോടും നിങ്ങളോട് നാളെ പരലോകത്ത് വെച്ച് പടച്ചറപ്പ് ഒന്നാമതായി ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് തന്ന നിന്റെ ആയുസ് നീ എന്തിന് ചിലവഴിച്ചടാ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അതിനുത്തരം പറയാതെ നീ വെച്ചിരിക്കുന്ന കാലം ചലിപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മോനെ വെച്ചിരിക്കുന്ന കാലുണ്ടല്ലോ, ചവിട്ടിയിരിക്കുന്ന കാലുണ്ടല്ലോ, അതൊന്ന് ചലിപ്പിക്കാൻ പറ്റൂല ചെറുപ്പക്കാരാ. അല്ലാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യവാ, ഞാൻ തന്ന ജീവിതം നീ എന്തിന് ചെലവഴിച്ചടാ? എന്റെ പ്രിയമുള്ളവരെ, സമയത്തിന്റെ വിലയാണ് നമ്മൾ പാഴാക്കി കളയുന്ന. എത്രയോ സമയം ഞാനും നിങ്ങളും പാഴാക്കി കളയുന്നു, നിസ്സാരമായി തള്ളിക്കളയുന്നു. ഈ സമയത്തിന്റെ വില എന്തെന്നറിയുമോ? ഈ സമയത്തിന്റെ വില എപ്പോഴാ തിരിയുന്നതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മലക്കുൽ മൗത്തിനെ കണ്ണുകൊണ്ട് കാണുന്ന സമയമാ. എപ്പോഴെന്നറിയുമോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഇസ്രായേലേ, ഒരൽപ്പം സമയം താ, എനിക്കൊരു നിമിഷം കൂടത്താ. എത്രയോ സമയം ഞാൻ പാഴാക്കി കളഞ്ഞു, എനിക്കൊരവസരം കൂടത്താ ഇസ്രായേലേ. ഞാനും നിങ്ങളും സമയത്തിന് വേണ്ടി കടന്ന് യാചിക്കുന്ന ഒരു രംഗം വരാനുണ്ട്, മറന്നു കളയല്ലേ ചെറുപ്പക്കാരാ. നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോഴും ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോഴും സമയമാ ചോദിക്കുന്നത്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ വൈദാ റഅതഹും മിൻ മകാനി ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. മാലിക്കെന്ന മലക്കും തന്റെ അനുയായികളും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ച് കോടാനുകോടി മലക്കുകൾ പടച്ചറപ്പിന്റെ നരകത്തിന്റെ ഒരു ഭാഗത്ത് 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. ആ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം ഈ ദുനിയാവിനെക്കാളും വലുതാ. അവര് കരഞ്ഞു വിളിച്ചു കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയാ നമ്മളിൽ പലരും ആ നരകത്തെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോ അല്ലാഹുവോട് പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. ഒരവസരം താ പടച്ചവന്, ഒരു ചാൻസ് കൂടെ താ പടച്ചവന്. ഒരിക്കൽ കൂടെ കാസർഗോഡ് എന്റെ നാട്ടിലേക്ക് എനിക്കൊരവസരം കൂടെ താ പടച്ചവന്. ഞാൻ അവിടെ പോയി നല്ലത് ചെയ്യാമല്ലോ. അവിടെ കടന്നു പോലും സമയത്തിന് വേണ്ടി ഒരവസരത്തിന് വേണ്ടി യാചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആയുസ് പടച്ചറപ്പിന് കൊടുക്കടാ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുതിവാ മർവാതില്ലാഹ് വല്ലാഹു റഊഫുർ ബിൽ ഇബാദ്. അല്ലാഹു തന്ന ജീവിതമുണ്ടല്ലോ, അല്ലാഹു തന്ന ആയുസുണ്ടല്ലോ, അത് പടച്ചറപ്പിന് കൊടുത്താലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അത് പടച്ചറപ്പിന് കൊടുക്കണം പൊന്നുമോര്. നിന്റെ ജീവിതം നിന്റെ ഭാര്യക്കുള്ളതല്ല, നിന്റെ മക്കൾക്കുള്ളതല്ല, നിന്റെ മാതാപിതാക്കൾക്കുള്ളതല്ല, നിനക്ക് സുഖിക്കാനും ആസ്വദിക്കാനും ഉള്ളതല്ല. അല്ലാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനെന്നറിയുമോ? അല്ലാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്
വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? അതൊരു വല്ലാത്ത ഭീഷണിയുടെ ചോദ്യം, ഒരു താക്കീതിന്റെ ചോദ്യം. എടാ, നിന്നെ പടച്ചിട്ട് നിനക്കിതെല്ലാം വാരിക്കോരി തന്നിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നോ ചെറുപ്പക്കാരാ? ഇല്ലടാ പൊന്നുമോര്, പടച്ചിറപ്പ് നമ്മളെ വെറുതെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ളത് തിന്ന്, ഇഷ്ടമുള്ളത് കുടിച്ച് സുഖിച്ചു ആസ്വദിച്ച് മതിമറന്നിട്ട് അഹങ്കാരിയെ പോലെ നടക്കാനല്ല പടച്ചിറപ്പ് നമ്മളെ സൃഷ്ടിച്ചത്. അല്ലാഹുവിനെ വഴിപ്പെടുന്നതിന് വേണ്ടിയാ, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് വേണ്ടിയാ ഇന്ന് പരിശുദ്ധമായ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള യുവത്വേ, നമ്മുടെ ജീവിതം എന്തിനാ ചെലവഴിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഒരു നല്ല മനസ്സാ വേണ്ടത്. അല്ലാഹു നമ്മെ ആയുസ് പടച്ചിറപ്പിനെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പലരും പറയാറുണ്ട്, ഉസ്താദേ ഞാൻ ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാ, എന്റെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയാ. പാപ്പാ, അവർക്ക് വേണ്ടി ജീവിച്ചാ മതിയോ? നിനക്ക് വേണ്ടിയൊന്ന് ജീവിക്കണ്ടേ? എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. മരണത്തിന് വരേണ്ട സ്ഥലമറിയില്ലല്ലോ. എവിടെയും കയറി വരും, എവിടെയും മരണം കയറി വരും. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസമുണ്ടല്ലോ, പടച്ചവനെ, കൊല്ലം ജില്ലയിൽ ഞാൻ പലപ്പോഴും വയലിന് പോകുമ്പോ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഉസ്താദ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ഒരു നല്ല പെണ്ണിനെ കിട്ടാൻ, പടച്ചിറപ്പിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പലപ്പോഴും ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടല്ലോ, കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടല്ലോ, ആ പൊന്നുമകന്റെ വിവാഹമായിരുന്നു. ആ പൊന്നുമകന്റെ വിവാഹമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ വല്ലാത്ത സന്തോഷവാ. പടച്ചവനെ, 4 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. പടച്ചുറപ്പേ, ബുധനാഴ്ച പാതിരാത്രി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ച് മണിയറക്കകത്തേക്ക് കടന്നുപോയ ചെറുപ്പക്കാരൻ പിന്നെ എഴുന്നേറ്റില്ല പൊന്നുപോലെ. 5-ാമത്തെ ദിവസം വൈകുന്നേരമായപ്പോ ആ പൊന്നുമോനെ 6 അടി മണ്ണിനകത്ത് കൊണ്ടുപോയി കബറടക്കി ചെറുപ്പക്കാരാ. വിവാഹത്തിന്റെ 4-ാമത്തെ രാത്രിയിൽ പടച്ചിറപ്പിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തിയിട്ട് പോയി ചെറുപ്പക്കാരാ. മോനെ, എപ്പോഴാടാ മരണം വരുന്നതെന്നറിയില്ല. എവിടെയും കടന്നു വരും, അസ്രായേൽ എവിടെയും കടന്നു വരും. അതുകൊണ്ട് പടച്ചിറപ്പിനെ കുറിച്ചുള്ള പേടിയോടെ ജീവിക്കുക ചെറുപ്പക്കാരാ. സുഖവും മോഹവും ആഗ്രഹവുമെല്ലാം പടച്ചിറപ്പിന് വേണ്ടി മാറ്റിവെക്ക പൊന്നുമോര്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നിറമൊരു തടസ്സമാകുമോ നബിയേ? സഅദ് റളിയല്ലാഹു തആല അൻഹു സൗന്ദര്യമില്ലാത്തവനാണ്, കരിക്കട്ടയെ പോലെ കറുത്തവനാണ്, കരിക്കട്ടയെ പോലെ കറുത്തവനാ സഅദ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ചോദിച്ചു, നബിയേ, ഈ കറുപ്പ് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള തടസ്സമാണോ? അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, സഅദ്, എന്തേ നീ അങ്ങനെ ചോദിച്ചത്? എന്തേ നീ അങ്ങനെ ചോദിച്ചത്? സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയേ. എനിക്കാരും വിവാഹം കഴിച്ചു തരുന്നില്ല. എനിക്ക് സൗന്ദര്യമില്ലാത്തത് കാരണം ഒരു മനുഷ്യനും എനിക്ക് ശനിക്കതാ തന്റെ മകളെ കെട്ടിച്ചു തരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് വേദനയോടുകൂടി സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു കോടീശ്വരൻ
കോടീശ്വരന്റെ വീട് പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്നു, ഒരു കോടീശ്വരന്റെ വീട് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ വീട്ടിൽ പോയിട്ട് നീ ചോദിക്കും മകളെ വിവാഹം കഴിച്ചു തരുമോ എന്ന്. ഞാനാ പറഞ്ഞു വിട്ടതെന്ന് പറയാർ. ആ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു വിടുമ്പോ, പടച്ചവനെ ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ, ആ കോടീശ്വരന്റെ വീടിന്റെ മുന്നിൽ പോയി നിന്ന് സലാം പറഞ്ഞു. അല്ലാഹുവേ പടച്ചവനെ വാതിൽ തുറന്നിട്ട് ആ മനുഷ്യൻ ഇറങ്ങി വരുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അംർ ഇബ്നു വഹബിനോട് ചോദിച്ചു, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടതാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടതാ. പടച്ചവനെ അംർ ഇബ്നു വഹബ് അങ്ങോട്ട് നോക്കുമ്പോ കറുത്ത് കരിക്കട്ടയെ പോലെ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ അവിടുന്ന് പറഞ്ഞു, ഇല്ലടാ എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരൂല. കാരണം സൗന്ദര്യമില്ലാത്തവനാ, കണ്ടാൽ അറുപ്പ് തോന്നുന്ന രൂപം. പടച്ചവനെ അവിടുന്ന് പറഞ്ഞാട്ടി ഓടിക്കുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു കണ്ണ് നിറഞ്ഞുകൊണ്ട് വീടിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്ന് തിരിച്ചു നടക്കുകയാ. ആ മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുമ്പോ അംർ ഇബ്നു വഹബിന്റെ സുന്ദരിയായ യുവത്വത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഏത് ചെറുപ്പക്കാരനും കെട്ടണമെന്ന് മോഹം തോന്നുന്ന ആ സുന്ദരിയായ പെണ്ണ് തന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, വാപ്പാ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി പറഞ്ഞു വിട്ട പുതുമാപ്പിളയാണ്.